പ്രിയദർശൻ്റെ സ്ലാപ്സ്റ്റിക് കോമഡികളും ശ്രീനിവാസൻ്റെ സർക്കാസ്റ്റിക് കോമഡികളും കണ്ട് ശീലിച്ച ഒരു പ്രേക്ഷകതിരയ്ക്ക് മുന്നിൽ ഹ്യൂമറിന് വേറെ തന്നെ ഒരു അടയാളമുണ്ടാക്കി കൊടുത്ത ഒരു കോംബോ 1986 മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുകയാണ്. പപ്പൻ പ്രിയപ്പെട്ട പപ്പനായിരുന്നു ആദ്യ സിനിമ. തിരക്കഥാകൃത്തുക്കളായിട്ടാണ് ഡെബ്യൂ. പിന്നീട് മലയാളത്തിലെ തന്നെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന സിനിമകളായ നാടോടിക്കാറ്റ്, മക്കൾ മഹാത്മ്യം പോലെയുള്ള സിനിമകൾ എഴുതുന്നു. ഇൻഡസ്ട്രിയിൽ നല്ലൊരു പേരുണ്ടാക്കിയതിനു ശേഷം ഈ കൂട്ടുകെട്ട് പിന്നീട് ഡയറക്ഷനിലേക്ക് കിടക്കുകയാണ്. സംവിധാനം ചെയ്ത ആദ്യ സിനിമ തന്നെ അന്നത്തെ കാലത്തെ ഒരു കൾട്ട് ക്ലാസിക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത ഒരു സിനിമയായി മാറി. ആ സിനിമയുടെ പേര് റാംജി റാവ് സ്പീക്കിംഗ് എന്നായിരുന്നു. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഡയറക്ടർ ഫാസിലായിരുന്നു. ഒരുമിച്ച് ചെയ്ത എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, റാംജി റാവ് സ്പീക്കിംഗ്, വിയറ്റ്നാം കോളനി പോലെയുള്ള സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചത് ഈ കോംബോയാണ്. അന്നത്തെ കാലത്തെ ഫിലിം മേക്കേഴ്സിന് ഇല്ലായിരുന്ന എന്തോ ഒരു പ്രത്യേകത ഈ കോംബോയ്ക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാവണം ആ സിനിമകളൊക്കെ തന്നെ കാലങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളായി തുടരുന്നതും. തൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നതുകൊണ്ട് തന്നെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അവരുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഡയറക്ടർ ഫാസിൽ. സിദ്ദിഖ് ലാലിൻ്റെ സിനർജി ഇൻഡസ്ട്രി മുഴുവൻ ചർച്ചയായിരുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ഹിറ്റുകൾ മലയാളത്തിന് സമ്മാനിച്ച വേറെ ഏതെങ്കിലും സംവിധായകരുണ്ടായിരുന്നോ എന്നത് ഇപ്പോഴും സംശയമാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് പിൽക്കാലത്ത് വേർപിരിഞ്ഞപ്പോൾ അത് മലയാള സിനിമയിലെ പലർക്കും വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാകാൻ കാരണമായി മാറി. ഇക്കാര്യം അറിയിച്ച ഉടൻ തന്നെ ഫാസിൽ വളരെയധികം ദേഷ്യപ്പെടുകയും നിങ്ങൾ ഒരിക്കലും വേർപിരിയരുത് എന്ന് തന്നോടും ലാലിനോടും പറഞ്ഞതായി സിദ്ദിഖ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 1996 ഇതേ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിച്ച് വരികയാണ് ഒരു സിനിമയ്ക്ക് വേണ്ടി. പക്ഷേ സംവിധായകരായോ തിരക്കഥാകൃത്തുക്കളായോ അല്ല, ഒരാൾ സംവിധായകനും മറ്റൊരാൾ നിർമ്മാതാവുമായി. സിദ്ദിഖ് രചനയും സംവിധാനവും നിർവഹിച്ച് ലാൽ നിർമ്മിച്ച ഹിറ്റ്ലറായിരുന്നു ആ സിനിമ. മമ്മൂട്ടി നായകനായി എത്തിയ ഈ സിനിമ ആ വർഷത്തെ ടോപ്പ് ഗ്രോസറായി മാറി. തുടർന്ന് ഫ്രണ്ട്സ്, ക്രോണിക് ബാച്ചിലർ പോലെയുള്ള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. അന്നത്തെ കാലത്ത് തന്നെ മലയാളത്തിൽ വൻ വിജയമായി മാറിയ ഫ്രണ്ട്സ് തമിഴിലെ മുൻനിര നായകന്മാരായ വിജയ്, സൂര്യ എന്നിവരെ വെച്ച് സംവിധാനം ചെയ്യുകയും അത് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വിജയമായി മാറുകയും ചെയ്തു. ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ സ്റ്റാർസുമായി സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നത് സിദ്ദിഖ് എന്ന സംവിധായകൻ്റെ ഒരു പ്രത്യേകതയായി പറയാൻ സാധിക്കും. 2010 ദിലീപിനെ നായകനാക്കി ഇദ്ദേഹം സംവിധാനം ചെയ്ത ബോഡി ഗാർഡ് തമിഴകത്തിൻ്റെ വിജയെ വെച്ച് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർ അത് ഇരുകയും നീട്ടി സ്വീകരിച്ചു. അവിടം കൊണ്ട് തീർന്നില്ല. അങ്ങ് ബോളിവുഡിൽ സൽമാൻ ഖാനെ വെച്ച് റീമേക്ക് ചെയ്തപ്പോൾ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 100 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള സംവിധായകൻ എന്ന ഖ്യാതിയും സിദ്ദിഖിന് സ്വന്തമായി. ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം വാരിക്കൂട്ടിയപ്പോഴും സാധാരണക്കാരിൽ സാധാരണക്കാരനായാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. തൻ്റെ സുഹൃത്തുക്കളെ അത്രമേൽ സ്നേഹത്തോടെ അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. താൻ സിനിമയിലേക്ക് കടന്നു വന്ന മിമിക്രി പാതയിലൂടെ സിനിമയിലെത്താൻ ആഗ്രഹിച്ച അനേകം ആളുകൾക്ക് തൻ്റെ സിനിമയിലൂടെ അദ്ദേഹം അവസരം കൊടുത്തു. അവരിൽ പലരും ഇന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാണ്. അങ്ങനെ ഒരു സംഭാവന കൂടി നൽകാൻ സിദ്ദിഖ് ഇസ്മായിൽ എന്ന മനുഷ്യ സ്നേഹിക്ക് കഴിഞ്ഞു. സിദ്ദിഖ് തിരക്കഥ എഴുതി ലാൽ സംവിധാനം ചെയ്ത ഈ കോംബോയിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സിനിമ കിങ് ലെയർ ആയിരുന്നു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നത് മോഹൻലാലിൻ്റെ ബിഗ് ബ്രദർ ആയിരുന്നു. തുടർന്ന് സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ഒരു ഹിന്ദി സിനിമയുടെ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. സിനിമയിലായാലും ജീവിതത്തിലായാലും സിദ്ദിഖിന് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ലാൽ തന്നെയായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വന്തം കൂട്ടുകാരൻ്റെ മൃതശരീരത്തിനരികിൽ നിന്ന് മാറാതെ മണിക്കൂറുകളോളം നിറകണ്ണുകളോടെ തൻ്റെ കൂട്ടുകാരന് വേണ്ടി വിതുമ്പിയ ലാൽ. സിദ്ദിഖ് നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം തികയുന്നു. ഞെട്ടലോടുകൂടി കേട്ട ആ ഒരു വാർത്ത ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരു വേദനയായി തുടരുന്നു. വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം നമുക്കായി സംഭാവന ചെയ്ത ഒരുപാട് നല്ല സിനിമകളിലൂടെ സിദ്ദിഖ് എന്ന മഹാപ്രതിഭ കാലങ്ങളോളം ഓർമ്മിക്കപ്പെടുമെന്നത് തീർച്ചയാണ്.